ചിട്ടയോടുകൂടി ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് CPI എന്ന് തെളിയിക്കുന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ളത് സ്വാഗത സംഘം ചെയർമാൻ എന്നുള്ള നിലയിൽ A. മുസ്തഫയ്ക്കും സെക്രട്ടറി എന്ന നിലയിൽ ഷാനവാസിനും അഭിമാനം കൊള്ളാവുന്നതാണ്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജയനായിരുന്നു ഇതിൻ്റെ മറ്റു നേതൃത്വം. ചടയമംഗലം ലോക്കൽ സമ്മേളനം ഇന്നലെ ഇന്നുമായി ചടയമംഗലത്ത് ചേരുകയാണ്. ഇന്നലെ ചടയമംഗലം ദർശിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള അത്യുജ്വലമായ പ്രകടനമാണ് ചടയമംഗലം ലോക്കൽ മേഖല മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്നത്. അതിനുശേഷം നടന്ന പൊതുയോഗവും PPCയിലാണ് പങ്കെടുത്തത്. വളരെ ഗംഭീരമായി ആ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. ഇന്ന് സംഘടനാ സമ്മേളനമാണ്. അതിൻ്റെ ഭാഗമായുള്ള തെരഞ്ഞെടുക്കപ്പെട്ട 125 പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇന്ന് വൈകുന്നേരം വരെ സമ്മേളനം നീളും. സമ്മേളനത്തിൻ്റെ ഭാഗമായി വിവിധ രാജ്യത്തെയും ലോകത്തെയും കേരളത്തിലെയും രാഷ്ട്രീയ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യും. പാർട്ടിയുടെ സംഘടനാപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യും. കൂടുതൽ കരുത്തോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചടയമംഗലം ലോക്കൽ കമ്മിറ്റിയിൽ മുന്നോട്ട് പോകുവാൻ ഏറ്റവും ഉതകുന്ന തരത്തിലാണ് ഈ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. സഹായികൾ 2 ദിവസങ്ങളിലായാണ് CPIയുടെ ചടയമംഗലം ലോക്കൽ സമ്മേളനം നമ്മൾ നടത്തുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പൊതു സമ്മേളനവും പ്രകടനവുമാണ് ഇന്നലെ നമ്മുടെ ടൗണിൽ നടന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചടയമംഗലത്ത് നമുക്ക് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിൽ 23 ബ്രാഞ്ച് കമ്മിറ്റികളാണുള്ളത്. ആ 23 ബ്രാഞ്ച് കമ്മിറ്റികളിൽ നിന്നും നല്ല പങ്കാളിത്തത്തോടെയുള്ള ഒരു ചിട്ടയായ പ്രകടനമാണ് നമുക്ക് ഇന്നലെ ഇവിടെ സംഘടിപ്പിക്കാൻ കഴിയുന്നത്. അത് നമ്മുടെ പാർട്ടിയുടെ ഒരു സംഘടനാപരമായ കെട്ടുറപ്പിനെയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. 1982 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി രൂപീകൃതമാകുന്നത്. 82 മുതൽ 2025 വരെ ചടയമംഗലം കേന്ദ്രീകരിച്ചാണ് ലോക്കൽ കമ്മിറ്റി പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ പ്രവർത്തനം കുറെ കൂടെ വികേന്ദ്രീകരിച്ച് താഴോട്ട് പോകണം എന്നുള്ളതുകൊണ്ട് ഈ ചടയമംഗലം ലോക്കൽ കമ്മിറ്റി 2ആയി വിഭജിക്കാൻ തീരുമാനിച്ചു. ഒന്ന് പടിഞ്ഞാറൻ മേഖല കേന്ദ്രീകരിച്ച് പോരടവും നിലവിലുള്ള ചടയമംഗലം ലോക്കൽ കമ്മിറ്റി. ഈ പടിഞ്ഞാറൻ ലോക്കൽ കമ്മിറ്റിയിൽ 11 ബ്രാഞ്ചുകളുണ്ട്. മൊത്തം ചടയമംഗലം പഞ്ചായത്ത് 23 ബ്രാഞ്ചുകളിൽ 11 ബ്രാഞ്ചുകൾ ചേർത്തുകൊണ്ടുള്ള പോരേടം ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടാണ് എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. വളരെ സമയക്കുറവൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മറ്റ് മുഴുവൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെയും പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിമാരുടെയും മറ്റ് പാർട്ടി അംഗങ്ങളുടെയും പിന്തുണയോടുകൂടി പടിഞ്ഞാറൻ മേഖലയിലെ പാർട്ടി ശക്തമാക്കാൻ എന്നാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തും എന്ന് ഞാൻ പറയുകയാണ്. എന്നാൽ ലോക്കൽ കമ്മിറ്റി 2 ആയി വിഭജിക്കുകയും ചെയ്തതിനു ശേഷം ചടയമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയായാണ് നിലവിൽ വന്നത്. എന്നാൽ പാർട്ടി ചടയമംഗലം പഞ്ചായത്തിൽ ഒന്നായി തന്നെ 2 ലോക്കൽ കമ്മിറ്റി ഒന്നായി തന്നെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയും നാടിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ചടയമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ എല്ലാവിധ പിന്തുണയും സഹായവും ഉണ്ടായിട്ടുണ്ട്.